Hello everyone, I am Henna. Welcome back to my YouTube channel. If you guys are new over here, please don't forget to subscribe to our channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽ വേർബ്സ് ആയിട്ടുള്ള മേ ആൻഡ് മൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഡിഫറൻസസ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റുമോ, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് പോവാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മേ ആൻഡ് മൈറ്റ്, ഈ മോഡൽ വേർബ്സ് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ മലയാളത്തിൽ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, മഴ പെയ്യും എന്നാണ് തോന്നുന്നത്, അവൻ ചിലപ്പോൾ വരും, അതായത് പോസിബിലിറ്റി ഉണ്ട് എന്നാൽ നമുക്ക് ഉറപ്പില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേ ആൻഡ് മൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? പോസിബിലിറ്റി, സാധ്യത, പോസിബിലിറ്റി. രണ്ടും, മേ ആയാലും മൈറ്റ് ആയാലും പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇൻ്റർചേഞ്ചബിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മേക്ക് പകരം ഇപ്പം മൈറ്റ് യൂസ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മൈറ്റിന് പകരം മേ യൂസ് ചെയ്തതുകൊണ്ടോ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കാം. സാധ്യത കുറവാണ്, ലെസ് പോസിബിൾ. സാധ്യത കുറവാണെങ്കിലാണ് നമ്മൾ കൂടുതലും മൈറ്റ് യൂസ് ചെയ്യുക. സാധ്യത കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? മേ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മേ യൂസ് ചെയ്യും, മൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ മേയും മൈറ്റും നമ്മൾ പോസിബിലിറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, ഇനി മേയ്ക്ക് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്കൂളിലൊക്കെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് സർ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കില്ലേ? അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? സർ മേ ഐ കം ഇൻ എന്ന് ചോദിക്കും അല്ലേ? സർ ഞാൻ കയറിക്കോട്ടെ. അവിടെ എന്തിനാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത്? അതായത് കുറച്ച് പൊളൈറ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്, പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്, പൊളൈറ്റ് റിക്വസ്റ്റ്, കുറച്ച് റെസ്പെക്റ്റും കുറച്ച് ഫോർമലും ആയിട്ടുള്ള, കുറച്ച് ഫോർമലും ആണ്, പിന്നെ ചെറുതായിട്ടൊരു റെസ്പെക്റ്റും, പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മേ ഉപയോഗിക്കുക. അപ്പോൾ പോസിബിലിറ്റി പറയാനും അതേപോലെ തന്നെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റിന് വേണ്ടിയിട്ടും നമ്മൾ മേ യൂസ് ചെയ്യും. മേ ഐ കോൾ യു, ഞാൻ നിന്നെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കാനാണെങ്കിൽ മേ ഐ കോൾ യു. ക്യാൻ ഐ കോൾ യു എന്ന് ചോദിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള വേ ആണ് മേ ഐ കോൾ യു എന്ന് ചോദിക്കുന്നത്. അതുപോലെ സർ കെൻ ഐ കം ഇൻ എന്ന് ചോദിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി റെസ്പെക്റ്റും ഫോർമലും ഒക്കെ ആയിട്ടുള്ള യൂസേജ് ആണ് സർ മേ ഐ കം ഇൻ എന്ന് ചോദിക്കുന്നത്. അതേപോലെ സർ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? സർ മേ ഐ ആൻസർ. നമ്മൾ കൈ പൊക്കിയിട്ട് ചോദിക്കും അല്ലേ? സർ മേ ഐ ആൻസർ, മേ ഐ ആൻസർ. അല്ലെങ്കിൽ ക്യാൻ ഐ ആൻസർ എന്നത് നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷേ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേ യൂസ് ചെയ്യുക. ഇത് രണ്ടും മോഡൽ വേർബ്സ് ആണ് കേട്ടോ. മൊഡാൽ എന്നല്ല വായിക്കുക, മോഡൽ വേർബ്സ്, മോഡൽ വേർബ്സ്. മേ ആൻഡ് മൈറ്റ് എന്നുള്ള മോഡൽ വേർബ്സിൻ്റെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചില്ലേ? പോസിബിലിറ്റി പറയാൻ, സാധ്യത പറയാൻ നമ്മൾ മേയും യൂസ് ചെയ്യും, മൈറ്റും യൂസ് ചെയ്യും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിച്ചാലും പ്രശ്നമില്ല. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ് മൈറ്റിന്, സാധ്യത കൂടുതലാണെങ്കിലാണ് നമ്മൾ കൂടുതലും മേ യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷേ മേ എന്നുള്ള മോഡൽ വേർബിന് ഒരു യൂസും കൂടി ഉണ്ട്. എപ്പോഴൊക്കെയാണ്? പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട്, അഭ്യർത്ഥിക്കാനും കൂടി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. എന്താണ്? മഴ പെയ്തേക്കാം. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് പറയും അല്ലേ, നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ മഴ പെയ്തേക്കാം എന്നൊക്കെ പറയില്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ പറയാ? ഇവിടെ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറ്റ് യൂസ് ചെയ്തു. ഇറ്റ് മേ റെയിൻ, ഇറ്റ് മേ റെയിൻ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മേ റെയിൻ അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് നമുക്ക് പറയാം. മഴ പെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറ്റ് മേ റെയിൻ എന്ന് പറയാം. മഴ പെയ്യാനായിട്ട് ചാൻസ് ഒരല്പം കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് നമുക്ക് പറയാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിച്ചാലും നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമില്ല. ഓക്കെ, ഇനി അവൻ വന്നേക്കാം, അവൻ വരാൻ ചാൻസ് ഉണ്ട്, അവൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അവൻ വന്നേക്കാം, ഇത് നമ്മൾ എങ്ങനെ പറയും? ഹി മേ അല്ലെങ്കിൽ മൈറ്റ്. ഞാനിനി മൈറ്റ് യൂസ് ചെയ്തില്ല എന്ന് വേണ്ട. ഹി മേ കം അല്ലെങ്കിൽ ഹി മൈറ്റ് കം എന്ന് നമുക്ക് പറയാം. നമ്മൾ പോസിബിലിറ്റി പറയുകയാണ് അല്ലേ, സാധ്യത പറയുകയാണ്, അവൻ വന്നേക്കാം. അപ്പോൾ ഹി മേ കം അല്ലെങ്കിൽ
ഹി മൈറ്റ് കം എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് നോക്കാം. ഞാൻ ചിലപ്പോൾ പോകും. നമ്മൾ പറയില്ലേ, ഞാൻ ചിലപ്പോൾ പോകും. ഈ ഞാൻ ചിലപ്പോൾ പോകും, ഈ ചിലപ്പോൾ എന്നുള്ള വേർഡിൻ്റെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ എന്താ വരിക? സംടൈംസ്, ചിലപ്പോൾ, സംടൈംസ് അല്ലേ? നമ്മൾ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഒരിക്കലും പഠിച്ചു വെക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞുതരാം. ഞാൻ ചിലപ്പോൾ പോകും, ഐ വിൽ സംടൈംസ് ഗോ. അത് തെറ്റാണ്. ഐ വിൽ സംടൈംസ് ഗോ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ് ഒരു സൈനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചിലപ്പോൾ പോകും എന്ന് പറയാനായിട്ട് ഐ വിൽ സംടൈംസ് ഗോ എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. എന്താണ് പറയുക? അതിന് പകരം നമ്മൾ മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യണം. ഞാൻ ചിലപ്പോൾ പോകും, ഐ മേ ഗോ, ഐ മേ ഗോ അല്ലെങ്കിൽ ഐ മൈറ്റ് ഗോ. ഐ മേ ഗോ അല്ലെങ്കിൽ ഐ മൈറ്റ് ഗോ എന്ന് നമുക്ക് പറയാം. ഓക്കെ, മേ ആൻഡ് മൈറ്റ് വെച്ചിട്ട് ഒരു 5 സെൻറ്റൻസുകൾ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു വയ്ക്കേ. സിമ്പിൾ മതി, വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ മേ ആൻഡ് മൈറ്റ് വെച്ചിട്ട് ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. ഇതിപ്പോൾ നമ്മൾ ക്ലാസ് ചുമ്മാ ഇങ്ങനെ കേട്ടതുകൊണ്ട് നമ്മൾ ഒരിക്കലും പഠിക്കില്ല. ഈ ക്ലാസ് നമ്മൾക്ക് പഠിച്ചതിന് ശേഷം നമ്മളത് പ്രാവർത്തികമാക്കണം. എങ്കിൽ മാത്രമേ ക്ലാസ് കേട്ടതിന് ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് എല്ലാം മനസ്സിലറിയാം, പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ക്ലാസ്സും എന്തെങ്കിലും ഒരു ചെറിയ റീലോ അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്താണോ നിങ്ങൾ പഠിക്കുന്നത് അത് എക്സാമ്പിൾസ് ഉണ്ടാക്കാൻ നോക്കുക. അത് വെച്ചിട്ട് എക്സാമ്പിൾസ് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് സംസാരിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ഇന്ന് തന്നെ മേ ആൻഡ് മൈറ്റ് വെച്ചിട്ട് ഒരു 5 സെൻറ്റൻസുകൾ ഇൻ്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറി യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മേ ആൻഡ് മൈറ്റ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. ഞാൻ ചിലപ്പോൾ ജയിക്കും. നമ്മൾ പറയില്ലേ, ഞാൻ ചിലപ്പോൾ പാസ്സാവും, ഞാൻ ചിലപ്പോൾ ജയിക്കും എന്നൊക്കെ പറയും അല്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ മേ പാസ്, ഐ മേ പാസ് അല്ലെങ്കിൽ ഐ മൈറ്റ് പാസ് എന്ന് നമുക്ക് പറയാം. അവൻ ചിലപ്പോൾ പങ്കെടുക്കും. പങ്കെടുക്കുക എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? പാർട്ടിസിപ്പേറ്റ്. പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ്. അവൻ ചിലപ്പോൾ പങ്കെടുക്കും. ഹി മേ അല്ലെങ്കിൽ മൈറ്റ് പാർട്ടിസിപ്പേറ്റ്. ഹി മേ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ഹി മൈറ്റ് പാർട്ടിസിപ്പേറ്റ്. അവർ മീറ്റ് ചെയ്തേക്കാം. അവർ ചിലപ്പോൾ മീറ്റ് ചെയ്യും അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്തേക്കാം. ഇതെങ്ങനെ പറയും? ദേ മൈറ്റ് മീറ്റ്. ദേ മൈറ്റ് മീറ്റ് അല്ലെങ്കിൽ ദേ മേ മീറ്റ്. ദേ മേ മീറ്റ് അല്ലെങ്കിൽ ദേ മൈറ്റ് മീറ്റ്. നമ്മളിന്ന് മേ ആൻഡ് മൈറ്റ് വെച്ചിട്ടുള്ള സെൻറ്റൻസസ് പഠിച്ചു. അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചു, ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കണമെന്ന് പഠിച്ചു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റുമോ എന്നും നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ until we see next time, it's me Hannah signing off. Take care. Bye bye.